മതവിദ്വേഷ പരാമർശത്തിന് പി.സി. ജോർജിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. പി.സി. ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ തന്നെ ഈരാറ്റുപേട്ടയിൽ തോൽപ്പിച്ചത് മുസ്ലിം വർഗീയതയാണ് എന്നൊരു ചാനലിൽ അദ്ദേഹം ചർച്ചയുടെ ഇടയ്ക്ക് വെളിപ്പെടുത്തി. പിന്നീട് അത് മതവിദ്വേഷപരമായ ഒരു പരാമർശമാണ് എന്ന് കണ്ട് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയ്ക്കുള്ളിൽ തനിക്ക് സ്ലിപ്പ് ഓഫ് എ ടങ്, തൻ്റെ നാക്കിന് പറ്റിയ ഒരു പിഴവാണ്, അതുകൊണ്ട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിലെ മുനിസിപ്പൽ യൂത്ത് ലീഗും മറ്റു ചില മതസംഘടനകളും ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. മതവിദ്വേഷം നടത്തുന്ന പരാമർശങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്നു. അത് കുറ്റകരമാണ്. പി.സി. ജോർജ് എക്സ്-MLA-ക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞു. അവർ കേസെടുത്തു. BNS പുതിയ നിയമം അനുസരിച്ച് 2 സെക്ഷൻ, 2 ഗ്രൂപ്പുകളെ തമ്മിൽ അടുപ്പിക്കാൻ കരുതിയ 196(1) BNS പ്രകാരവും അതുപോലെ തന്നെ 299 BNS പ്രകാരവും മതവിദ്വേഷ പരാമർശമാണ് ഈ 2 സെക്ഷനിലും BNS പറയുന്നത്. ഓരോ സെക്ഷനും 3 വർഷത്തെ ശിക്ഷയാണ്. അതുകൂടാതെ 120(O) എന്നൊരു വകുപ്പ് പോലീസ് ആക്ട് പ്രകാരവും പി.സി. ജോർജിനെതിരായി ആ FIR-ൽ ഇട്ടിട്ടുണ്ട്. അത് നിരന്തരം ഒരു കമ്മ്യൂണിറ്റിയെ ശല്യം ചെയ്യുന്നതാണ് 120(O). അതിന് 1 വർഷത്തെ തടവ് ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. പി.സി. ജോർജിനായിട്ട് കേസെടുത്തെങ്കിലും പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയെ കുറിച്ച് വലിയധികം പ്രശ്നങ്ങളെ അവിടങ്ങളിലും ഈരാറ്റുപേട്ടയിലും പല സ്ഥലങ്ങളിലും യൂത്ത് ലീഗിലൊക്കെ ഉയർത്തി. ജാമ്യം എടുക്കണം, അല്ല ജാമ്യം എടുത്തിട്ടില്ല, പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു അവരുടെ ഡിമാൻഡ്. അത് കേസെടുത്തെങ്കിലും പി.സി. ജോർജിനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ പ്രതിഷേധം കേരളം മുഴുവൻ അവിടെ ഇവിടെയൊക്കെ വാർത്തയായി വന്നത്. തുടർന്ന് ഈരാറ്റുപേട്ട പോലീസ് പറഞ്ഞിട്ടാവണം പി.സി. ജോർജ് മുൻകൂർ ജാമ്യത്തിന് പോയി. കോട്ടയം സെഷൻസ് കോടതിയിലാണ് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോയത്. മതവിദ്വേഷം നടത്തിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ ആ സെഷൻസ് കോടതി തള്ളി. കാരണം അവിടുത്തെ വാദഗതി ഇതിനു മുമ്പ് പല പ്രാവശ്യങ്ങളും ഇതുപോലെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അന്നൊക്കെ ക്ഷമ പറഞ്ഞ് അതിൽ നിന്ന് ഊരി ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. എന്തായാലും സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതോടെ പി.സി. ജോർജ് ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ അതിശക്തമായിട്ട് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് എതിർത്തു. കാരണം ജുഡീഷ്യൽ കോടതികളിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും 3-4 കേസിൽ ഇനി മേലാ താൻ ഇത്തരം പ്രസ്താവനകൾ നടത്തത്തില്ല, മതവിദ്വേഷകരമായ ഒരു പരാമർശവും നടത്തത്തില്ല എന്ന് ഗ്യാരണ്ടിയിലാണ് ഹൈക്കോടതിയും ജുഡീഷ്യൽ കോടതികളിലും അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത്. 4 കേസുകളിൽ ജാമ്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്തെ കണ്ടീഷൻ ഇതാണ്, ഇനി അത് ആവർത്തിക്കില്ല എന്ന്. ഇപ്പോൾ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ വാദഗതി ഹൈക്കോടതി അംഗീകരിച്ച് ജാമ്യം നിഷേധിച്ചു. ഇനി പി.സി. ജോർജിന് മറ്റു മാർഗങ്ങളില്ല, സുപ്രീം കോടതി പോകാം, അതേ മാർഗമുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഡിഫൻസ് ഉണ്ടാവും. 19(2) അത് ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 19(2) പ്രകാരം ഇതൊരു മീഡിയ ട്രയൽ ആണ്. ആ മീഡിയ ട്രയലിൽ ആണ് ഇത് പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മീഡിയയ്ക്ക്, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മീഡിയയ്ക്ക് അവരുടെ ചർച്ചകളിൽ അത് ചില ചോദ്യങ്ങൾക്കും ചില സാഹചര്യത്തിലും പറയുന്ന ഉത്തരവാണ്. അതുകൊണ്ട് അത് മതവിദ്വേഷമായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നുള്ള വാദഗതിയാണ് മീഡിയയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ 19(2) പ്രകാരം നടത്തുന്ന ചില പരാമർശങ്ങൾ. എന്നാൽ ഇതൊക്കെ വളരെ വിശദമായിട്ട് സുപ്രീം കോടതിയിലേക്ക് ഇനി അത് ഒബ്സർവ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ജാമ്യം ലഭിച്ചിട്ടില്ല. ഇവിടുത്തെ ഡിവിഷൻ ബെഞ്ചിലും പോകാം, ഇനി സുപ്രീം കോടതിയിലും പോകാം. അതേ ഇനി പി.സി. ജോർജിന് അത് ഓപ്ഷൻ ഉള്ളൂ. ഒറ്റ അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് 19(2) കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം മാത്രമേ ഉള്ളൂ. ബാക്കി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ക്ഷമ പറഞ്ഞെങ്കിലും
ആ ക്ഷമയ്ക്ക് യാതൊരു വിലയും കൊടുക്കാൻ പാടില്ല. പല കേസ് 4 കേസിന് മുമ്പിൽ അദ്ദേഹത്തെ ക്ഷമ പറഞ്ഞ് രക്ഷപ്പെട്ടു പോയി. അന്നേരത്തെ കണ്ടീഷൻ, ആ ജാമ്യം കൊടുത്ത ആ 4 കേസിന്റെ കണ്ടീഷൻ, മേലാ താൻ ഇത് ആവർത്തിക്കില്ല എന്നുള്ള കോടതിയിലെ കൊടുത്ത ഉറപ്പിന്റെ പുറത്താണ് ജാമ്യം കൊടുത്തത്. ഇപ്പോൾ അത് വീണ്ടും വയലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പരാതിക്കാർ പറയുന്നത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഭാഗത്തുള്ള പ്രോസിക്യൂട്ടർ അതിശക്തമായി ഇത് എതിർക്കും, ജാമ്യം കൊടുക്കാനേ പാടില്ല. ഏതായാലും PC ജോർജ് ഇപ്പം ആകെ വീട്ടിലായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനിയും ജാമ്യത്തിന് ഒന്നെങ്കിൽ ഡിവിഷൻ ബെഞ്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതി പോകേണ്ടിയിരിക്കുന്നു. അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹം തോറ്റതിന് ശേഷം അദ്ദേഹം BJPയിലേക്ക് പോവുകയും ഇപ്പം BJPയുടെ വക്താവായിട്ടാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും BJPയുടെ വക്താവാണ്. അതുകൊണ്ട് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഓപ്ഷൻ അത് സുപ്രീം കോടതി മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അവിടുന്ന് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യത 19(2) ഭരണഘടന ട്രയൽ ബൈ മീഡിയ എന്ന ഇതിൽ വരുമെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.